യെസ്, അങ്ങനെ കാത്തിരിപ്പുകൾക്കൊക്കെ വിരാമം വിട്ട് ജനനായകൻ വന്നിരിക്കുകയാണ്. ജനുവരി 9-ാം തീയതി ഇറങ്ങേണ്ട സിനിമ ഏകദേശം 5-6 മാസത്തെ ഗ്യാപ്പിന് ശേഷമാണ് സിനിമ ഇറങ്ങിയത്. സിനിമ തടങ്ങി വെച്ചതിൻ്റെ റീസൺ എല്ലാം പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്. പുള്ളി തമിഴ്നാട് ഇലക്ഷൻ മത്സരിക്കാൻ പോകുന്നു, ഇന്ന കാര്യങ്ങളുണ്ട്. കാരണം ഈ സിനിമയിൽ ഒരുപാട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് വയ്ക്കുന്നുണ്ട്. ഈ സിനിമ ആ സമയത്ത് ഇറങ്ങിയിരുന്നെങ്കിൽ അവിടെയുള്ള ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പൊളിറ്റീഷ്യൻസിൻ്റെ അണ്ണാക്കിൽ കുത്തുന്ന പോലത്തെ പരിപാടിയാവുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഇറങ്ങിയത് വിജയ് CM ആയതിനു ശേഷമാണ്. അതുകൊണ്ട് തന്നെ ശവത്തിൽ കുത്തുന്ന പരിപാടി ഇവിടെ ആയിപ്പോയിട്ടുണ്ട്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് വലിയ ബ്രഹ്മാണ്ട പടമൊന്നും എടുത്ത് പറയില്ല. ഇറ്റ്സ് എ ആവറേജ് മൂവി. ഞാനൊരു വിജയ് ഫാനാണ്. ഇതൊരു ആവറേജ് മൂവിയാണ്. നമുക്ക് ചില ഭാഗത്തൊക്കെ ലാഗ് ഫീൽ ചെയ്യാനുണ്ട്. ഇതിലുള്ള ഇമോഷണൽ സീൻസൊക്കെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വർക്കായി. ഈ സിനിമ ഉള്ള ഡാൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങാണ് മെയിൻ. തലപതി കച്ചേരി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അറിയാല്ല. അതിൽ അവസാനം നോൺ സ്റ്റോപ്പായിട്ട് വിജയ് 2 മിനിറ്റോ 3 മിനിറ്റോ ഡാൻസ് കളിക്കും. പീക്ക് ലെവൽ. തിയേറ്റർ കത്തിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫാൻ ഷോ ആയിരുന്നു, സ്വാഭാവികമായിട്ടും കത്തിക്കും അവർ. ഈ സിനിമയിലെ ടൈറ്റിൽ കാർഡ്, ഏറ്റവും അടിപൊളി ടൈറ്റിൽ കാർഡ് ലിയോരാണ്. പക്ഷേ അങ്ങനെയല്ല പറയണത്, ഇത് സിനിമ ഷൂട്ടിംഗ് സമയത്ത് എടുത്ത സാധനമൊന്നുമില്ല. ഇത് റിയൽ ലൈഫിൽ നിന്ന് എടുത്തത്. അത് പുള്ളി CM ആയതിനു ശേഷം അവിടുത്തെ മന്ത്രിസഭയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കാണൽ കാണിക്കില്ല, ആ സാധനം അത് ഇതിലുണ്ട്. അതാണ് ടൈറ്റിൽ കാർഡിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ തലപതി വിജയ് എന്നല്ല CM എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് കാണും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ടൈറ്റിൽ കാർഡ് മാറ്റിയാണ് ചെയ്തത്, അറിയാമായിരിക്കും നിങ്ങൾക്ക്. ഇതിനു മുമ്പ് തലപതി വിജയ് എന്നായിരുന്നു, കാരണം ഇലക്ഷന് മുമ്പായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനുള്ള വില്ലൻ ബോബിയാണ്. ബോബി കുറച്ച് അപരാധമൊക്കെ കാണിക്കും, കാരണം വില്ലനാണല്ലോ, സ്വാഭാവികമായിട്ട് അപരാധം കാണിച്ചേ പറ്റൂ. കംപ്ലീറ്റ്ലി ഇതൊരു ഓക്കെ മൂവി. വിജയ് ഫാൻസിന് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ വിജയ് ഫാൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുകയോ അല്ലെങ്കിൽ അത്യാവശ്യം ക്രൗഡ് ഉള്ളപ്പോൾ കാണുകയോ ചെയ്താൽ നിങ്ങൾക്ക് കൈയടിക്കാനും എൻജോയ് ചെയ്യാനും ഡാൻസ് കളിക്കാനൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ സിനിമയിൽ കുറച്ചൊക്കെ ലാഗും ഫീൽ ചെയ്യും. പക്ഷേ ഈ സിനിമ അവസാനത്തെ മൂവിയാണ്, അത് നല്ല രീതിയിൽ വിഷമാവണുണ്ട്. ഈ സിനിമ തീരുമ്പോൾ തന്നെ ദ എൻഡ് എന്ന് എഴുതി കാണിക്കും. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും, സാധാരണ സിനിമ തീരുമ്പം ഈ സിനിമ അവസാനിച്ചു എന്നതുപോലത്തെ ഒരു മീനിങ് അല്ല കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിൽ പുള്ളി സിനിമ ഉപേക്ഷിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. ആ എൻഡ് എഴുതി കാണിച്ചിട്ട് പിന്നെ അത് മാങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ന്യൂ ബിഗിനിങ് എന്നോ അങ്ങനെ എന്തോ എഴുതി കാണിക്കണം. അതായത് പുള്ളി സിനിമാ ജീവിതം അവസാനിപ്പിച്ചു, ഇനി അങ്ങോട്ട് പൊളിറ്റിക്സിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവസാനം ഒരു 30 മിനിറ്റ് 1 മിനിറ്റ് അടുപ്പിച്ച് പുള്ളിയുടെ പഴയ സിനിമയുടെ കുറേ ക്ലിപ്സൊക്കെ ഇങ്ങനെ കാണിക്കും. അതൊക്കെ നമുക്ക് ഫീൽ ആവും. പിന്നെ ഇനി വിജയ് എന്തായാലും സിനിമാ ലോകത്തില്ലെങ്കിൽ ആ ഒരു സ്ഥാനത്ത് സൂര്യ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം സൂര്യയ്ക്ക് നല്ല സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് പേഴ്സണലി കറുപ്പ് ഒരു ആവറേജ് ആയിട്ടാണ് ഫീൽ ചെയ്തതെങ്കിലും പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് അടിപൊളിയാണ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. പിന്നെ പുള്ളി തമിഴ്നാട് തൂക്കി, ഇനി CM ആണ്, ഇനി സിനിമയില്ല. ഓക്കെ, ബൈ. പിന്നെ പറയുകയാണെങ്കിൽ ഇത് എൻ്റെ ചാനലിൽ ഞാൻ വിജയയുടെ ആദ്യത്തെ സിനിമയാണ് ചെയ്യണത്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വിജയയുടെ സിനിമ റിവ്യൂ ചെയ്യണത്. ഇതാണ് അവസാനത്തെ. ഓക്കെ, ബൈ.